ഒരു ബസ്സിനകത്തുള്ള ആൾക്കാരുടെ മുഴുവൻ ടിക്കറ്റ് ഞാനിന്ന് ഫ്രീ ആയിട്ട് എടുത്ത് കൊടുക്കാൻ പോയി. എടുത്ത് വെച്ചിരിക്കുന്ന ടിക്കറ്റ് എത്രയാണോ അത്രയും പൈസ ഞാൻ റീഫണ്ട് ചെയ്യും. 20, 30, 40 എത്ര രൂപയാണുള്ള കുഴപ്പമില്ല. ഓൾമോസ്റ്റ് ഒരു 30 കിലോമീറ്ററിനകത്തുള്ള ടാസ്ക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സ്വന്തം നാട്ടിൽ തന്നെയാണ്. വന്നപ്പോൾ തന്നെ കൺമുമ്പിൽ കിടന്ന് ആദ്യത്തെ വണ്ടി തന്നെ കയറി നേരെ കയറിയിട്ട് ഡ്രൈവറിന്റെ പെർമിഷൻ ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ ഡ്രൈവർ പറഞ്ഞു, എടാ ഞാനല്ല നോക്കുന്നത്, ഇതിന്റെ എല്ലാ കാര്യങ്ങളും ബാക്കിലത്തെ കിളിയാണ് നോക്കുന്നത്, കണ്ടക്ടറോട് പോയി ചോദിക്കാൻ പറയട്ടു. അങ്ങനെ ഞാൻ നേരെ കണ്ടക്ടറോട് വെച്ച് പിടിച്ചു. അപ്പോൾ തന്നെ വണ്ടിക്ക് ഓൾമോസ്റ്റ് ഒരു 10-15 പേരോളം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടക്ടർ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോഴത്തേക്കും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു സ്റ്റോപ്പിൽ ഒരാളുടെ കയറും, അയാളുടെ പെർമിഷൻ ഇല്ലാതെ ഈ വണ്ടിയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് കണ്ടക്ടർ പറഞ്ഞത്. ആദ്യം കണ്ടക്ടർ ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ അയാൾക്കൊരു ത്രില്ലായി. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എൻ്റെ ഫോളോവർ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അവനും കൊടുത്ത് 2 ഫുൾ ടിക്കറ്റ്. അങ്ങനെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അടുത്ത സ്റ്റോപ്പ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. പുള്ളി കയറുമ്പോൾ ബാക്കി പുള്ളിയെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് കണ്ടക്ടർ എടുത്ത്. പൈസ അങ്ങനെ ഞാൻ ആ മൂന്നാമത്തെ ചേട്ടനോട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഇവിടെ അടുത്തോടെ ഒരു 1.5 കിലോമീറ്റർ കൂടെ ഉള്ളൂ എന്നാണ് കണ്ടക്ടർ ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ വന്നാലാണ് നമ്മൾ എത്ര ടിക്കറ്റ് എടുക്കുന്നു ആ പൈസ നമ്മൾ കണ്ടിന്യൂസ് റിട്ടേൺ കൂടെ കൊടുത്തോണ്ടിരിക്കുക. ടിക്കറ്റ് അവർ ഓൾറെഡി മേടിക്കുക. ടിക്കറ്റ് തന്നെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുള്ളൂ. എടുക്കുന്ന ടിക്കറ്റ് മിസ് ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും പൈസ തിരികെടുത്തില്ല. അങ്ങനെ ആരും കളയത്തില്ല എന്നാണ് എന്റെ വിശ്വാസം എന്ന് പറയുന്നത്. ആക്ച്വലി ഈ വണ്ടി ഒരു ദിവസം ഓടിക്കണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. മറ്റുള്ള ജീവനക്കാരെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് കണ്ടക്ടർ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഹാഫ് ഡേയിൽ പൂർത്തിയാക്കിയത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വണ്ടിയിലുള്ള ജീവനക്കാരാണ്, ഡ്രൈവർ ആയാലും കണ്ടക്ടർ ആയാലും അടുത്ത സ്റ്റോപ്പിൽ നിന്ന് കയറുന്ന ഒരു ചേട്ടനായാലും എനിക്ക് തന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം വലുതാണ്. മാത്രമല്ല ഈ ബസ്സിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആൾക്കാർ മീൻസ് ഒരു 70 ഉണ്ടായിരുന്നില്ല, ഒരു 65 ആൾക്കാർ എനിക്ക് തന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ക്യാമറയിൽ തന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ക്യാമറ കൊണ്ട് ചിലപ്പോൾ ഒരാളും പിന്മാറുന്നില്ല. എല്ലാവരും ചിരിച്ച് വളരെ ഹാപ്പി ആയി ബിഹേവ് ചെയ്ത് വിട്ടിട്ടേ ഉള്ളൂ. ഇതാണ് ഞാൻ ആദ്യം ടിക്കറ്റ് കൊടുത്ത് ചേട്ടൻ ഫുൾ ടിക്കറ്റ് ആയിരുന്നു 20 എന്ന് പറയുന്നത്. രണ്ടാമത് ബാക്കിൽ ഇരുന്ന് ചേട്ടൻ ഞാൻ വീണ്ടും കൊടുത്തു. മീൻസ് അവിടെ 20 തന്നെ ആയിരുന്നു. ചേട്ടൻ പുല്ലൂരോട്ടായിരുന്നു. ചേട്ടൻ ആ ടിക്കറ്റ് കാണിച്ചിട്ട് ആ ഒരു ക്യാഷ് മേടിച്ചിട്ട് ഒരുപാട് സന്തോഷത്തോടെ ചിരിയൊക്കെ ചിരിച്ച് ഞാൻ ഒരു ഹായ് കാണിച്ച് അവസാനം വണ്ടിക്ക് അത് കയറി ആൾക്കാരെ ഞാൻ വീണ്ടും ഞാൻ ടിക്കറ്റ് കാണിച്ചിട്ട് ഞാൻ ക്യാഷ് കൊടുത്തോണ്ടിരുന്നു. കാരണം ഇവർക്കൊന്നും വിശ്വാസമൊന്നുമില്ല. മീൻസ് ഈ റീഫണ്ട് എന്ന് പറയുന്നത് ഈ ക്യാഷ് തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കുമോ, ഇതെന്താണ് പരിപാടി എന്ന് വെച്ചിട്ട് അന്നും വിട്ട് നോക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ബാക്കിൽ ഓൾമോസ്റ്റ് 25 പേർക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് ഞാൻ കുറച്ച് മുമ്പോട്ട് നടന്നു. മുമ്പോട്ട് എല്ലാ ലേഡീസ് ആണ്. ലേഡീസിന് ഞാൻ പോയി കാര്യം പറഞ്ഞപ്പോൾ ഇവർ എന്നെ ഒരു രൂക്ഷമായിട്ടുള്ള നോട്ടം. അതായത് ഇവർക്ക് ഇതെന്താണ് സംഭവം, ഇതെന്താണ് ആ ഒരു തെറ്റിച്ചുള്ള നോട്ടമാണോ, ക്യാമറ ഉണ്ടെന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയുള്ള ഫ്രീ ടിക്കറ്റ് ആണ്. എൻ്റെ യൂട്യൂബിലെ വീഡിയോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ മുഖത്ത് ചിരിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ആ ചേച്ചി മേടിച്ചു. ചേച്ചിയുടെ കൂടെ നിന്ന് ചേച്ചിയുടെ മോളാണ്. ആ ചേച്ചിയുടെ മോൾ എൻ്റെ ഫോളോവറാണ്. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെയാണ്. സത്യത്തിൽ ഫൈനലി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർ ആ പൈസ മേടിക്കാൻ കൂട്ടാക്കി. അവരുടെ ഫോളോവേഴ്സാണ് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി. എൻ്റെ വീഡിയോസ് കാണുന്ന കുറെ പിള്ളേരെ കാണാൻ പറ്റും. അങ്ങനെ ഞാൻ മുമ്പ് ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും ബാക്കിൽ പുതിയ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ അപ്പം എന്നെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായി കുറേ നേരം എന്നെ തിരക്കിയിരിക്കുകയാണ്. ഫ്രീ ടിക്കറ്റിനൊക്കെ കുറേ കേട്ടു. അങ്ങനെ അപ്പം ഏതാണ്ട് 2 ടിക്കറ്റ് എടുത്തു. ഏതാണ്ട് 40-45 രൂപ 50 രൂപ അടുത്തോളം ടിക്കറ്റ് എടുത്തിട്ടാണ് അപ്പം എന്നെ കുറേ നേരം നോക്കിയിരിക്കുന്നത്. അങ്ങനെ കുറേ മുമ്പോട്ട് പോയപ്പോൾ പുതിയ ആൾക്കാരൊക്കെ മുമ്പിൽ വന്നു. അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ചാനലിലെ പേരൊക്കെ ചോദിക്കാൻ തുടങ്ങി. മീൻസ് ഏത് ചാനലാണ്, എന്താണ് സംഭവം. അപ്പനൊക്കെ ഭയങ്കര എടുത്തിട്ടാണ് ചോദിക്കുക, ഇതെന്താ ഫ്രീ ടിക്കറ്റോ, എനിക്ക് ഇത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഭയങ്കര സൂപ്പർ ഹാപ്പിയായിട്ട് സംസാരിക്കുന്നത്. ആക്ച്വലി ഞാനങ്ങനെ എല്ലായിടത്തും പോയി എൻ്റെ ചാനലിലെ കാണിച്ചു കൊടുത്തു. കാരണം ചാനൽ വീഡിയോ കാണണം, മസ്റ്റായിട്ട് വെച്ചിട്ട് വീട്ടിലെ പിള്ളേരൊക്കെ കാണിച്ചു കൊടുക്കണം. എല്ലായിടത്തും സ്കൂളിലൊക്കെ പോയി ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേരടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ചേട്ടാ അടുത്ത ടാസ്ക് എന്നാ എൻ്റെ ഫോളോവേഴ്സിനെ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. മീൻസ് അടുത്ത ടാസ്ക് എന്നാണ്. ഒരു 1/2 മണിക്കൂറുണ്ട് ആ ബസ്സിലുള്ള കംപ്ലീറ്റ് ആൾക്കാർക്ക് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിട്ടാണ് എനിക്കൊരു ഐഡിയ ഇല്ലാതായിട്ടുണ്ട്. ഞാൻ കുറേ നേരം അവിടേക്കോ പോയിട്ട് എന്തൊക്കെയോ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ സെറ്റ് ആവുമോ, ആൾക്കാരെ കോപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടിലാണ് ഞാൻ ഈ വണ്ടി കയറിയത് ആക്ച്വലി. പക്ഷെ വണ്ടി കയറിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് നമ്മൾ വിചാരിച്ച പോലുള്ള കംപ്ലീറ്റ് വേറെ മൂഡ് ആൾക്കാരാണ്, വേറെ മൂഡ് പിള്ളേരാണ്, ഒരു രക്ഷയില്ലാത്ത വണ്ടിക്കാരാണ്. കാരണം വെച്ചാൽ എനിക്ക് നേരത്തെ തോന്നുന്ന എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ അതിന്റെ ഫ്ലോയിൽ അങ്ങ് സംഭവിക്കുകയാണ്. നിങ്ങൾ ബസ്സിലുള്ള ആൾക്കാരുടെ സംസാരം കൂടെ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കുക. എപ്പോഴും ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന രസം കാണത്തില്ല. നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ചേട്ടാ ഇപ്പോൾ കയറാം. ടിക്കറ്റ് എടുത്തോ കേട്ടോ. എത്ര അടുത്തേ? ഫ്രീ ടിക്കറ്റ് ആണോ? ഇവർ എന്റെ ഫോളോവേഴ്സ് ആണ്. ബസ്സിൽ കയറി എപ്പോഴും എന്നെ നോക്കിക്കൊണ്ടാണ് കയറിപ്പോയത്. ഇവർ രണ്ടുപേരും എന്റെ വീഡിയോസ് കാണുന്ന എന്റെ സൂപ്പർ ഫോളോവേഴ്സ് ആണ്. ഇവരാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, ചേട്ടാ അടുത്ത ടാസ്ക് എന്താണ്, എനിക്ക് വരാൻ പറ്റും, എനിക്ക് പങ്കെടുക്കാൻ പറ്റും, എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സ്പേസ് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് ഇവർ സൂപ്പർ ഹാപ്പി ആയിട്ടാണ് വീട്ടിൽ പോയിരിക്കുന്നത്. അങ്ങനെ മുമ്പ് ഇരിക്കുന്ന ഒരു താത്ത എന്നെ വിളിച്ചു, ചേട്ടാ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, എനിക്ക് പൈസ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മുമ്പിലോട്ടൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഇറങ്ങുന്നതും കയറുന്ന ആൾക്കാർ മാക്സിമം നോട്ട് ചെയ്ത് വെക്കാൻ തുടങ്ങി. കാരണം എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല എവിടുന്നാണ് ആൾക്കാർ കയറുന്നതെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ കണ്ടക്ടർ ചേട്ടൻ പറഞ്ഞു, ചേട്ടാ ഒന്ന് ജസ്റ്റ് നോക്കിക്കോണേ എന്നിട്ടൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനം മുമ്പിലോട്ട് പോയിട്ട് ചേച്ചിമാർക്ക് എല്ലാം ചോദിച്ചു, ചേച്ചി ടിക്കറ്റ് എടുത്തോ നല്ല കണ്ടിന്യൂസ് ചോദിച്ചിട്ട് എടുത്ത ആൾക്കാർക്ക് മാക്സിമം ഞാൻ ക്യാഷ് അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. മീൻസ് 13-15 വെച്ചിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ മാക്സിമം 20-25 മാക്സിമം അങ്ങ് വെച്ച് കൊടുക്കാൻ തുടങ്ങി. എനിക്ക് അതിന് ചേഞ്ച് മേടിക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ മാക്സിമം എല്ലാവർക്കും 20-30 ആ ഒരു എമൗണ്ട് ഇവർക്ക് മാക്സിമം കൊടുക്കാൻ തുടങ്ങി. ഇതാണ് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ചേച്ചിയൊക്കെയാണ് എൻ്റെ ചാനലിലേക്ക് കാണാൻ പോകാൻ വഴിയില്ല. മീൻസ് എനിക്ക് ചാനൽ കാണിക്കാൻ ചേർന്നാൽ എനിക്ക് ചാനലിലെ പേര് അടിച്ചാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് നേരം അവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ്
ഓൾമോസ്റ്റ് മുമ്പിൽ ബാക്കിലെല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് കുറച്ചു ബാക്ക് ചെയ്യുന്നപ്പോൾ മുമ്പിൽ വീണ്ടും ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു. ഇവരെ കണ്ടില്ലായിരുന്നു. ഇവരെന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പിൽ ആൾക്കാർ പറഞ്ഞു ഇതുപോലെ ഒരു പയ്യൻ വെറുതെ ഇതിനകത്ത് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്, അവനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ നിങ്ങൾ എത്ര രൂപ ടിക്കറ്റ് എടുക്കുന്നുണ്ടോ ആ പൈസ എല്ലാം നിങ്ങൾ തിരിച്ചു തരുമെന്ന് ഇവർ മുമ്പിൽ നിന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നു ഈ ചേച്ചിമാർ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. എന്നിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റെ പൈസ അങ്ങോട്ട് ചോദിച്ചു മേടിക്കുകയാണ്. ഞാൻ ചോദിച്ചു ചേച്ചിക്ക് അങ്ങോട്ടാ പോകട്ടെ, എടുത്ത ടിക്കറ്റ് എന്നെ കാണിച്ചാൽ ഈ ടിക്കറ്റ് ഞാൻ വെറുതെ എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി അന്തം വിട്ട് നോക്കിയത്. കാരണം ഈ തുവരെ ഇങ്ങനെ ആരും കണ്ടില്ല പോലെ നിന്റെ ചാനൽ കാണിച്ചു തരാമോ, നിന്റെ പേജ് കാണിച്ചു തരാമോ, വീട്ടിലുള്ള പിള്ളേരെ കൊണ്ട് ഞാൻ മൊബൈലും കൊണ്ട് കാണിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ട് ഇരുന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഞാൻ ആ ടിക്കറ്റ് എടുത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ മുമ്പോട്ട് നീങ്ങിയത്. ചേച്ചിയാണെങ്കിൽ കൂടെ പുറകോട്ട് നോക്കുന്നുണ്ട്. ഇതെന്തെങ്കിലും ഇനി വേറെ വള്ളി പരിപാടി വല്ലതും ആകും, എല്ലാവർക്കും ടിക്കറ്റ് കിട്ടുന്നുണ്ടോ, കുറെ പേര് നിൽക്കുന്നുണ്ട്, എല്ലാവരും സൈലന്റ് ആയിട്ട് നിൽക്കുന്നു, എന്താണ് പരിപാടി എന്ന് ചേച്ചി കൊണ്ട് മനസ്സിലാവുന്നില്ല. ഞാനാണെങ്കിൽ ഒരുപാട് നേരം എല്ലാവർക്കും ഫ്രണ്ടിൽ നേരെ ടിക്കറ്റ് ഞാൻ ഒരുപാട് ചോദിച്ചു. കാരണം ഒരുപാട് ആൾക്കാർക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഫ്രണ്ടിലിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ ഫ്രണ്ടിൽ പോയി ചോദിച്ചപ്പോൾ അവർക്ക് വേറെ എന്തോ ക്യാമറ കണ്ടപ്പോൾ ബുദ്ധിമുട്ടുള്ള 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർക്കാണെങ്കിൽ ടിക്കറ്റ് അവർക്ക് വേണ്ടെന്നുള്ള ഒറ്റ മൈൻഡിലാണ് നിന്നത്. ഫ്രണ്ടിൽ പോയ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരും ആ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക ഒരു 10-20 ഫുൾ ടിക്കറ്റ് എടുത്ത ആൾക്കാരൊക്കെ അവർ മൊത്തം എന്ന് പറയുന്നത് അവർക്കാർക്കും ടിക്കറ്റ് വേണ്ട. ആക്ച്വലി ടിക്കറ്റ് ഞാൻ മുമ്പ് ഒരുപാട് വട്ടം ചോദിച്ചു, കുറേ പേർക്ക് ഞാൻ ഒരുപാട് വട്ടം ചോദിച്ചു. കാരണം 1-2-3 വട്ടം ചോദിച്ചെങ്കിൽ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അധികം നിന്ന് അവിടെ വരാമെന്നില്ല. കാരണം ഷോ അതിന് സ്റ്റേജ് ഫീൽ അങ്ങനെ ഒരുപാട് ക്യാമറ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരെടുത്ത് ഞാൻ അധികം നിന്ന് വരാമെന്നില്ല. ഞാൻ അവിടുന്ന് മാക്സിമം ഒഴിഞ്ഞു മാറി. ഓക്കെ ആ നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ പുറത്ത് കാണിക്കൂല. നമ്മൾ ചെയ്യുന്നത് നമ്മൾ തന്നെ അറിഞ്ഞിട്ട് പറയാം പോരെ. വീണ്ടും ആൾക്കാർ മുമ്പിൽ കൂടി വരുന്നുണ്ട്. പഴയ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ട് പുതിയ ആൾക്കാർ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ഫ്രണ്ടിൽ കയറി ഞാൻ അവിടെ പോയി ചോദിച്ചു ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് ഫൈൻഡ് റീഫണ്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി അത് വിചാരിച്ചാണ് ഞാൻ മാല പൊട്ടിക്കാൻ പോകുന്നത്. പക്ഷേ അല്ല, ചേച്ചി ഇതുപോലെ കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി ഇതുപോലെ ടിക്കറ്റ് പൈസ തിരിച്ചു മേടിച്ചു. ഒരുപാട് സന്തോഷമായി. രണ്ടാമത് പുറത്ത് ചേച്ചിക്ക് പൈസ കൊടുത്തിട്ട് വിശ്വാസമൊന്നുമില്ല. ഒരുപാട് സന്തോഷത്തോടെ എന്താ ടിക്കറ്റ് മേടിച്ചു. എന്നിട്ട് പിന്നെ കയറി ചോദിച്ചിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും ആ ചേച്ചിക്ക് ടിക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞു. ഫ്രണ്ടിലിരുന്ന് ഓൾമോസ്റ്റ് 3 പേർക്കും കാര്യം പറഞ്ഞ് ഒരുപാട് നേരം സംസാരിച്ചെങ്കിലും അവർക്ക് 2-3 വട്ടം കേട്ടു അവർ മേടിക്കാൻ തയ്യാറായില്ല. എങ്കിലും കുഴപ്പമില്ല, അവരുടെ ഫേസ് ആ ക്യാമറ കാണിക്കുന്നുണ്ടായിരിക്കും അവർക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മാക്സിമം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന വേറെ ചേച്ചി ഞാൻ പോയി ചോദിച്ചു. അങ്ങനെ ആ ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞു. ഇതുപോലെയാണ് കാര്യങ്ങൾ. എടുത്ത ടിക്കറ്റ് എത്രയാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ചേച്ചി ക്യാഷ് ഞാൻ വെറുതെ തരാൻ പറഞ്ഞപ്പോൾ ആ ചേച്ചിക്കും വേണമെന്ന് പറഞ്ഞു. പിന്നെ ഫ്രണ്ടിലുള്ളത് ആകെ 4 പേരാണ്. ആ 4 പേരത്തും ഞാൻ പറഞ്ഞു മീൻസ് ഈ ചേച്ചിയെടുത്ത് പറഞ്ഞ അവർ 4 പേരും കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്ത് ഈ ഒരു താത്ത മാത്രമേ മേടിക്കാൻ തയ്യാറായിട്ടുള്ളൂ. ഈ താത്തത്തെ കാര്യം പറഞ്ഞപ്പോഴേ താത്ത 2 ടിക്കറ്റുള്ള ക്യാഷ് ഇത് മേടിച്ചിട്ട് ഒരുപാട് സന്തോഷമായി. ആ താത്ത മാത്രം ഒന്ന് മേടിച്ചപ്പോൾ അങ്ങനെ വേറെ ആരും എടുക്കാൻ ബാക്കിയില്ല. ഇനി എല്ലാവരും പുതുതായിട്ട് കയറിയ ആൾക്കാരാണ്. ഈ ചേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചേട്ടൻ ഒരുപാട് സന്തോഷമായി. ചേട്ടൻ അന്ന് എടുത്ത ടിക്കറ്റ് എനിക്ക് കാണിച്ചു തന്നു. ഓൾമോസ്റ്റ് ഒരു 10-25 രൂപ ചേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്യാഷ് തിരിച്ചു കൊടുത്തപ്പോൾ ചേട്ടൻ്റെ മുഖത്തുള്ള സന്തോഷം കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി. പുതിയ ആൾക്കാരെ കയറുന്നുണ്ട്. ആ ചേട്ടനാണെങ്കിൽ നേരെ കയറിയും പോയി. ചേട്ടൻ വിചാരിച്ചു ആദ്യം ഞാൻ ചക്രമല്ലോ ആയിരിക്കും. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ പോയിട്ട് പുതുതായിട്ട് കയറി ഈ ചേട്ടൻ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചേട്ടനെടുത്ത് 3 ഫുൾ ടിക്കറ്റ് ഞാൻ ആ ക്യാഷ് അവിടെ കൊടുക്കേണ്ടായി. കൊടുത്തപ്പോൾ ചേട്ടൻ ആദ്യം വിശ്വസിക്കാൻ പോയി. അങ്ങനെ എന്തായാലും ക്യാഷ് മേടിച്ചിട്ട് നല്ലൊരു പുഞ്ചിരിയും പിടിച്ച് ഞാൻ ആ ചേട്ടൻ്റെ ചിരിയും കൊടുത്ത് ഞാൻ മുമ്പോട്ട് നടന്നു. ടിക്കറ്റ് എടുത്തവർക്ക് പൈസ കിട്ടാണ്ടോ എന്ന് വെച്ചിട്ട് ഞാൻ ബസ് മൊത്തം അലറി വിളിച്ച് കിടക്കാൻ തുടങ്ങി. അത് കേട്ട് ഇവരെല്ലാവരും നോക്കി ചിരിക്കാൻ തുടങ്ങി. അവരുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ്. അങ്ങനെ ഈ ചേട്ടൻ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ കയറി അപ്പൂപ്പന് ഞാൻ പൈസ കൊടുക്കാൻ തുടങ്ങി. അപ്പൂപ്പന് ആദ്യം എന്താണ് മനസ്സിലാക്കുക. കാരണം അപ്പൂപ്പൻ ടിക്കറ്റ് എടുത്തപ്പോഴേ കൂടെ പൈസ കൊടുത്തു. ഞാൻ അത് എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം ഭയങ്കര ചിരിയോടെ അപ്പുറത്തെ സൈഡിൽ സീറ്റിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം എടുത്ത് പറഞ്ഞു. എന്താണ് മോൻ ഇത് കാര്യം ഞാൻ ഇതുവരെ കണ്ടില്ല എന്നൊക്കെ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഞാൻ ബാക്കി പോയിരുന്നു. ഞാൻ ബാക്കി പോയിരുന്നപ്പോഴത്തേക്ക് സ്ഥലം എത്താറായി. ഓൾമോസ്റ്റ് പുല്ലൂർ എത്താറായപ്പോഴത്തേക്ക് ഞാൻ ബാക്കി ചെയ്ത ചേട്ടനെടുത്ത് കാര്യമെല്ലാം പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ച ഹിന്ദിക്കാരനായിരിക്കുന്നു. അങ്ങനെ ഞാൻ പുള്ളിയുടെ കൈ എടുത്തു പറ്റും മലയാളിയാണ്. അങ്ങനെ ഒരുപാട് നേരം പുല്ലൂർ എത്താറായപ്പോഴേ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് സംസാരിച്ചു. ചേട്ടനെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് വിഷമമായെങ്കിൽ ഞാൻ ചേട്ടൻ ഒരു സോറി ചോദിച്ചു. അവസാനം അങ്ങനെ എൻ്റെ ചേട്ടൻ ഫോട്ടോ എടുത്തു. എൻ്റെ ഫോട്ടോ ഒക്കെ ലോങ് എടുക്കുന്നുണ്ടായിരുന്നു. ഫൈനലി ആ ചേട്ടൻ സ്റ്റോപ്പെത്തി എൻ്റെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്തിട്ട് ചേട്ടൻ ഇറങ്ങി പോകാണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഈ ചേട്ടന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ ഫ്രീ ആയിട്ട് ടിക്കറ്റ് എടുത്തു. പക്ഷേ ചേട്ടന് ചെവിയാക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇതാണ് ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് വിഷമമായി കണ്ടപ്പോഴത്തേക്ക് ഞാൻ ടിക്കറ്റ് ഫ്രീ ആയിട്ട് ടിക്കറ്റ് എടുത്ത് കൊടുത്തെങ്കിലും ഒരുപാട് സന്തോഷത്തോടെ ആ ചേട്ടൻ അത് മേടിക്കുകയുണ്ടായി. പിന്നെ ആണെങ്കിൽ ഇതാ ഈ ചേട്ടൻ ടിക്കറ്റ് എടുത്തിട്ട് കൈയൊക്കെ പൊക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ആണെങ്കിൽ മുമ്പത്തെ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ആക്ച്വലി ഇതാണ് ചെറുക്കൻ. ഇവരാണെങ്കിൽ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷത്തോടെ അവരെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം വണ്ടി നിർത്തിയപ്പോൾ ബസ്സിലെ തന്നെ സഹകരിച്ച് ആൾക്കാർക്ക് ഞാൻ കുറച്ച് ക്യാഷ് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യം കണ്ട ചേട്ടനാണ് ഈ കണ്ടക്ടർ. രണ്ടാമതാണ് ഈ ചേട്ടൻ ഇവിടെ നിന്ന് കയറി. ഞാൻ ആദ്യം 1.5 കിലോമീറ്റർ കഴിഞ്ഞ് കയറുന്ന ചേട്ടനാണ് ഇതെന്ന് പറയുന്നത്. ഈ ചേട്ടനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഓടിച്ചേട്ടൻ ഇവർ 3 പേരോട് എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വന്നിട്ടുള്ള അവർ വണ്ടിയിൽ കയറിയപ്പോഴേ പെർമിഷൻ തന്ന ഡ്രൈവർ ചേട്ടനും എനിക്ക് ചേഞ്ച് ചെയ്യുന്ന കണ്ടക്ടർ ചേട്ടനും അതുപോലെ തന്നെ ക്യാമറ പിടിച്ച് ഹെൽപ്പ് ചെയ്ത അഡീഷണൽ സ്റ്റാഫുമാണ് എനിക്ക് ഇന്നത്തെ ഈ ഏറ്റവും കൂടുതൽ ഈ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും മറക്കില്ല.